നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വാക്കും വരെയും എന്ന പുതിയ സെഷനിലേക്ക് നിങ്ങളെയൊക്കെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഷെയ്ഡിംഗ് ഒക്കെ ഉള്ളൊരു ചിത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒരു ആനയുടെ തല, അത് വരയ്ക്കേണ്ട ഒരു രീതിയുണ്ട്, ബ്ലോക്കിംഗ് മെത്തേഡ്, ഒരുപാട് പ്രാവശ്യം ഇറേസ് ചെയ്യേണ്ട അതിൻ്റെ സാധ്യതകൾ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഒരു വാക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വര കാണാം. അതല്ല, വാക്കുകൂടി കേൾക്കേണ്ടവർക്ക് ഇവിടെ നിൽക്കാം. ഇന്ന് ഞാനൊരു പുതിയ തന്ത്രം പറയാൻ വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മെ ബോധിപ്പിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വാക്ക്. 2 കാര്യങ്ങളിലൂടെ കടന്നു പോവാം. ഒന്ന്, നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ പ്രഷർ, ഇന്ന കാര്യങ്ങൾ കഴിച്ചുകൂടാ എന്ന് നിങ്ങൾക്ക് ഡോക്ടർ പറയുകയാണ്. നിയന്ത്രിക്കണം. നമുക്ക് ലഡു കാണുമ്പോഴും ജിലേബി കാണുമ്പോഴും ഹൽവ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ മോഹിപ്പിക്കുന്ന പല ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് അതിനോട് കൊതി തോന്നും, സ്വാഭാവികമാണ്. ഏതൊന്ന് കഴിക്കേണ്ട എന്ന് പറയുന്നുവോ അതിനോട് നമുക്കൊരു ഇഷ്ടം കൂടും, കഴിച്ചേ പറ്റുമെന്ന് തോന്നും. ഇവിടെ നിങ്ങൾക്കൊരു ടെക്നിക്ക് പറഞ്ഞു തരാം. നമ്മൾ പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒളിച്ചു കളിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല മോഹങ്ങളും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നുര പൊന്തി വരുന്നത്. അതിൽ നിന്ന് നമുക്ക് നമ്മളെ മോചിതരാക്കാനുള്ള ടെക്നിക്ക്, ചില യാഥാർത്ഥ്യങ്ങളെ യുക്തിപൂർവ്വം ഉൾക്കൊള്ളുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ലഡുവിലേക്ക് ഞാൻ നിറമില്ലാത്ത, എന്നാൽ ഒരു ഗന്ധവുമില്ലാത്ത, ഒരു സ്വാദുമില്ലാത്ത വിഷമൊഴിക്കുകയാണ്. വിഷം ആ ലഡുവിൽ ഒഴിച്ച് നനച്ചിട്ട് ആ ലഡു നിങ്ങൾക്ക് നീട്ടുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലഡുവാണ് തരുന്നത്. ലഡുവിൽ ഈ വിഷം ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല, നിറത്തിലൊന്നും വിഷമുണ്ട്. നിങ്ങൾ ആ ലഡു കഴിക്കില്ല കണ്ടതുകൊണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് പഞ്ചസാര എന്ന് പറയുന്ന വെളുത്ത വിഷം നമ്മളെ അത്യധികം നമ്മുടെ ശരീരത്തിനെ ബാധിക്കാതെ. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല, കഴിക്കും. ഈ ലഡു പോലുള്ള മധുരം കഴിക്കേണ്ട എങ്കിൽ, അല്ലെങ്കിൽ ഹിതകരമല്ലാത്ത ഭക്ഷണം കഴിക്കേണ്ട എങ്കിൽ, നിങ്ങൾ അതിനെ ഈ വിഷമായി തന്നെ മനസ്സിലൊന്ന് കാണുക. ഇത് വിഷമാണ് എന്ന് കാണുക. വളരെ ആസ്വദിപ്പിച്ച് നമ്മളെ കഴിപ്പിക്കുന്ന, അല്ലെ നമ്മൾ ഒത്തിരി ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് വിഷമാണ് എന്ന് നമ്മൾ ഈ വിഷം ഒഴിച്ച് കണ്ട ലഡുവിനെ പോലെ നിങ്ങളൊന്ന് ചിന്തിക്കും. ഇത് വിഷമാണ്, കഴിക്കാൻ പറ്റില്ല. അതിനോട് ഇതെനിക്ക് പറ്റില്ല, കഴിച്ചാൽ പണി കിട്ടും, വിഷമാണ്, കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോടൊരു അകൽച്ച തോന്നും. കള്ളിയങ്കാട്ട് നീലി അതിസുന്ദരിയായ യക്ഷിയാണ്, അല്ലേ? പല പുരുഷന്മാർക്കും ഒരു മോഹമുണ്ടാവും ആ യക്ഷിയെ സുന്ദരിയെ കാണുമ്പോൾ. പക്ഷേ അതിസുന്ദരിയായി തൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നത് ഒരു ഭീകര രൂപിണിയായ യക്ഷിയാണ്. അവളുടെ ഒരു മായാവലയത്തിലാണ് ഞാനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ സൗന്ദര്യം നമ്മളെ ഭയപ്പെടും, അല്ലേ? ആ സൗന്ദര്യത്തിനെ പ്രാപിക്കാൻ നമുക്ക് തോന്നില്ല, കാരണം അത് യക്ഷിയാണ് എന്ന് പറയുന്നത് പോലെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായിട്ട് ആ സമയത്ത് മനസ്സിൽ കൊണ്ടുവരും. ഇത് വിഷമാണ് എന്ന് ആവർത്തിച്ച് പറയുക. ഇത് ഉറപ്പാണ്. ഞാൻ പരീക്ഷിച്ച, കഴിക്കാൻ പറ്റില്ല, കഴിച്ചു പോകുമെന്ന് പറഞ്ഞ കുറച്ച് പേരോട് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു രീതിയാണ് അവരിപ്പോൾ തൊടുന്നില്ല. അവർ പറഞ്ഞു, മാഷ് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. 2, നമ്മൾ ചില പ്രണയബന്ധങ്ങളിലും ഇഷ്ടങ്ങളിലൊക്കെ പെട്ടിട്ട് അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ വിട്ടുകളഞ്ഞ് മറ്റു പലരുടെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കുന്ന ചില അവസരങ്ങളുണ്ട്, അല്ലേ? ആ സമയത്ത് നമുക്കവരെ മറക്കാൻ പറ്റാത്തതിനൊരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് അവരുടെ ഓർമ്മകൾ വരുന്നത് മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ്. അവർ നമുക്ക് സമ്മാനിച്ച മനോഹര നിമിഷങ്ങൾ, അവർക്കൊപ്പം കഴിഞ്ഞ നിമിഷങ്ങൾ. ഇതിനെ ഓർത്തോർത്തോർത്ത് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. വീണ്ടും അവരെ വിളിക്കാൻ തോന്നും. അവരെത്ര നമ്മളെ ദ്രോഹിച്ചാലും നമുക്ക് അവരെ വീണ്ടും പ്രണയിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഓർമ്മ. ഞാൻ ഒരു റിവേഴ്സ് തിങ്കിങ്ങിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞു. അയാൾ നിങ്ങളെ വഞ്ചിച്ചു എന്ന് അറിഞ്ഞ നിമിഷം നിങ്ങളിൽ ഉണ്ടാക്കിയ ആ ഒരു ഭാവം, നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ആ വിഷമം, നിങ്ങളുടെ ശരീരം വിറച്ചത്, തൊണ്ടയൊക്കെ വരണ്ടത്, അങ്ങനെ നിങ്ങൾ ഞെട്ടിത്തെറിച്ച നിമിഷത്തിന് ഓർക്കുക. നിങ്ങൾക്ക് അപ്പോഴാ മനുഷ്യനുണ്ടായ ദേഷ്യം, സങ്കടം, ദുഃഖം, തകർന്നുപോയ നിമിഷങ്ങളെ ആദ്യം മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ വെറുത്തു പോകും, പിന്നീട് അങ്ങോട്ട് പോവില്ല. അതായത് നമ്മളെ വഞ്ചിച്ച് പറ്റിച്ച് കടന്നുപോയ ഒരാളെക്കുറിച്ച് ആ നിമിഷങ്ങളെ നമ്മൾ പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓർക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. തിരിച്ചു ചെയ്യണം, റിവേഴ്സിങ്. അവസാനം വന്ന കാര്യത്തിനെ ആദ്യം കൊണ്ടുവരണം. അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവരെ വിട്ടുകളയാൻ പറ്റും.
ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതിനെയും മറികടക്കാനാവും. ഇത് ഞാൻ പരീക്ഷിച്ച, നമ്മൾ പറഞ്ഞ് ചെയ്ത, പലരിലും വിജയിച്ചിട്ടുള്ള ഒരു മാർഗമാണ്. നിങ്ങൾക്ക് അത് വളരെ ഗുണകരമാകുമെന്ന് ഞാൻ ഉറപ്പ് തരാം ഇങ്ങനെ ചെയ്താൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, നിങ്ങൾക്കൊന്ന് പെയ്തൊഴിയണം, സംസാരിക്കണം, എപ്പോഴും വേണമെങ്കിലും എന്നെ വിളിക്കാം, ഞാനുണ്ട്. ഒറ്റയ്ക്കാണെന്ന് ആരും വിചാരിക്കണ്ട, നമ്മളിവിടെ ഉണ്ട്. ഒരുപാട് കാലം ഒറ്റപ്പെട്ടു പോയി അവിടെ നിന്ന് സ്വയം ഈശ്വരൻ്റെ കൈപിടിച്ച് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. എനിക്കിത് മനസ്സിലാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കാം. ഒരു സഹോദരനായോ വളരെ നല്ല ഫ്രണ്ടായോ കാണാം. നിങ്ങളുടെ ഒപ്പമുണ്ട്, ഒരു നല്ല ഹൃദയത്തോടു കൂടി. അതുപോലെ തന്നെ ചിത്രകലയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വരയ്ക്കാൻ സാധിക്കുന്ന ഒരുപാട് ചിത്രകലാ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇനിയും കൂടുതലല്ല, ചിത്രകലയിൽ പൊതിഞ്ഞ സമ്മാനങ്ങൾ ഞാൻ തരാം. നമുക്ക് ചിത്രകലയിലേക്ക് പോകാം. ഒരുപാട് ഇഷ്ടം. നമ്മുടെ ഒരു ആനയെ വരയ്ക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരു ആനയോ അല്ലെ കുതിരയോ പൂച്ചയോ മുയലിനെയോ അല്ലെ മനുഷ്യരെയോ ഒന്നും അല്ല ഇവിടെ പഠിക്കുന്നത്. ഇത് വരയ്ക്കാനുള്ള രീതിയെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചിത്രം കണ്ടാലും വരയ്ക്കാൻ പറ്റുന്ന ഒരു രീതി, ഒരു മാർഗമാണിത്. ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മാർഗം. ഈ മാർഗത്തിലൂടെയാണ് നമുക്ക് ചിത്രകലയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. നോക്കൂ, ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു വട്ടം വരച്ചതേ കണ്ടോ, ഇങ്ങനെ വട്ടം വരച്ചു. ഇത് നമുക്ക് നോക്കാം. ആ വട്ടത്തിൽ നിന്ന് നമുക്ക് ഈ ചിത്രത്തിനെ കുറച്ചതേ ബ്ലോക്ക് ചെയ്ത് മാറ്റാം. ഓരോരുത്തരെയും മനോധർമ്മം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയാണിത്. കണ്ടോ, ഇതിങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ കൊണ്ട് ഈ വട്ടം ഇവിടെ നിൽക്കണ്ട. ഇവിടെ കൊമ്പിൻ്റെ ഒരു സ്ഥാനം. നമ്മുടെ എല്ലാ ചിത്രങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ലളിതമായത് മുതൽ ഏറ്റവും കഠിനമായ അനാട്ടമി വരെ നമ്മൾ രേഖാചിത്രങ്ങളിലൂടെ അവതരിപ്പിച്ചു. ബേസിക് ഡ്രോയിങ് ആയിട്ട് തീരെ ചിത്രകല അറിയാത്തവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളുണ്ട്, ഒക്കെയും ഇവിടെയുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ വരച്ചിരിക്കുന്ന രീതി. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ കണ്ടതേ, ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ വരയിട്ട് നെടുകയും കുറുകയും എത്ര വര വേണേലും ഇടാം, എത്ര പ്രാവശ്യം തെറ്റിയാലും ഇറേസും ചെയ്യാം. അതിനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട. ഇപ്പം ഞാനിത് വരച്ചിരിക്കുന്ന ഒരു 10B പെൻസിലുണ്ട്. നിങ്ങൾ വരയ്ക്കേണ്ടത് HB പെൻസിലും ഉണ്ടാവണം. നമ്മൾ ചിത്രകലയെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഒരു നിരന്തരമായ പ്രാക്ടീസിലൂടെ ഏവർക്കും സാധ്യമാകുന്ന ഒന്നാണ് ചിത്രകല എന്ന് പറയുന്നത്. പക്ഷേ അതിനോടൊരു അഭിരുചി ഉണ്ടാവും. അത് സത്യസന്ധമായ കാര്യമാണ്. അഭിരുചി ഇല്ലാതെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതിനോട് നമ്മുടെ മനസ്സൊന്ന് താതാത്മ്യം പ്രാപിക്കണം. അതിൻ്റെ അടുത്ത് പോയിരിക്കണം ചിത്രകലയുടെ മനസ്സുകൊണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ മനോഹരമായ ചിത്രങ്ങൾ നോക്കി വരച്ച് നമ്മുടെ സമയം പോകുന്ന അറിയില്ലെന്നേ. ഒരുപാട് പേരുണ്ട്, ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആൾക്കാർ. ഇക്കാലത്ത് സ്ട്രെസ്സ് കൂടുതലാണ്. പണ്ടും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ പണ്ട് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. ഒരു നോവ് പറയാൻ അടുത്തൊരാളുണ്ടായിരുന്നു. അയൽപക്കങ്ങളുമായിട്ട് വളരെ അടുത്ത് വേലിക്കെട്ടുകളിലായിരുന്നു, അല്ലേ? അപ്പോൾ നിൻ്റേതൊന്നും എൻ്റേതൊന്നും ഇല്ലാതെ പരസ്പരം പറഞ്ഞും പങ്കുവച്ചും പകുത്തു കൊടുത്തും ഒക്കെ ജീവിച്ചൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വളരെ ഇടുങ്ങിയ മുറികളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലികളിലേക്കും മാറിയത്. ഗേറ്റ് തുറന്ന് വെളിയിലിറങ്ങുമ്പോൾ അയൽക്കാരെ കാണുമ്പോഴൊന്നും മിണ്ടിയെന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ സ്വകാര്യമായിട്ട് ഒരാളോടും പങ്കുവെക്കാനാകാതെ വരുന്നത്. ഒരു പരിധിവരെ നമുക്ക് ഈ അസോസിയേഷനൊന്നും അല്ലാതെ തന്നെ ഹൃദയബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ അയൽപക്കത്ത് കുറച്ച് കൊച്ചു രഹസ്യങ്ങളും തമാശകളും ഇഷ്ടങ്ങളും ഒക്കെ പറയാൻ പറ്റിയ ബന്ധങ്ങളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയണം. ആരും ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. മനുഷ്യനൊരു സമൂഹത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മനുഷ്യൻ്റേത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയവ്യഥകളൊക്കെ പങ്കുവെക്കാൻ ആരുമില്ലാതെ നമുക്ക് ഒരു സങ്കടമൊക്കെ തോന്നുന്നത്. പറഞ്ഞ് ഞാനിത് എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണ്ടോ. ഇതാണ് ബ്ലോക്കിങ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരുത്തിയും മറിച്ചും കൊണ്ടുവരാം. ഞാനിത് വരയ്ക്കുന്നതൊക്കെ സാധാരണ, അതായത് ചിത്രകല തീരെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വരയ്ക്കാൻ പാകത്തിലാണ് ഞാനിതെല്ലാം ഇവിടെ ചെയ്യുന്നത്. കണ്ടോ, ബ്ലോക്ക് ചെയ്തു വളരെ പതുക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നിട്ട്
ഈ അളവൊക്കെ നമുക്കിനി ഇവിടെ നിന്ന് ചെയ്തു തുടങ്ങാം. ഞാൻ ഈ പറയുന്ന പോലെ ഇറേസർ എടുത്ത് ഇറേസ് ചെയ്യാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇറേസ് കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാഷന്മാർ പറയും ആരും ഒന്നും ഇറേസ് ചെയ്യരുത്, ഒറ്റ വരയിൽ വരയ്ക്കണമെന്നൊക്കെ. ഞാനിവിടെ 10B പെൻസിലോട്ട് വരച്ചു കൊടുത്ത ഈ പാടുകളൊക്കെ ഇവിടെ ഉണ്ട്. വലുതായിട്ട് മായ്ച്ച് കളയുന്നില്ല. വേണമെങ്കിൽ മായ്ച്ച് കളയാം, പക്ഷെ അങ്ങനെയോട്ട് കളയുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പാകത്തിന്. ഈ വരച്ച വരയെ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അടിയിൽ അതിൻ്റെ പാടുണ്ട്. ഇവിടെ നിന്നും ആ ചിത്രം ഫിനിഷിങ്ങിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടു വരയ്ക്കാം. ഇത് ഏറ്റവും തുടക്കക്കാർക്ക് വരയ്ക്കാവുന്ന രീതിയാണ്. വരച്ചും മായ്ച്ചും വീണ്ടും തെറ്റിയും വീണ്ടും ശരിയാക്കി നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമയം ഇതിനോട് പ്രയത്നം ഉണ്ടാകും, നിരാശ തോന്നില്ല. കാരണം തെറ്റിക്കോട്ടെന്നേ, തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. അങ്ങനെ നിരാശയില്ലാതെ നമുക്ക് വീണ്ടും വീണ്ടും വരച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൻ്റെ സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ, സ്വന്തം ഇഷ്ടങ്ങളെ കണ്ടെത്താൻ, ഹൃദയത്തെ ഒന്ന് ഉണർത്തി വെക്കാൻ, നമ്മുടെ ഉള്ളിലെ ആർദ്രഭാവങ്ങളെയൊക്കെ ഒന്ന് തൊട്ടറിയാൻ. നമ്മളൊക്കെ ചിലപ്പോൾ മൂടുപടങ്ങൾ എടുത്ത് കാണിച്ചിട്ടുണ്ട് വളരെ ഗൗരവക്കാരായിട്ട്, അല്ലേ? പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആർദ്രഭാവമുണ്ട്. അതിനെയൊക്കെ എടുത്ത് നമുക്ക് തിരിച്ചണിയണം നമ്മുടെ മുഖത്ത്, നമ്മുടെ മനസ്സിൽ. അപ്പോൾ പിന്നെ നമുക്ക് കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ വീണ്ടും തുടങ്ങും. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെ നമ്മളിലേക്ക് വീണ്ടും വരും. അങ്ങനെ നമുക്ക് മനോഹരമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാം. ഇവിടെ കണ്ണിൻ്റെ ഭാഗത്തെ കണ്ടോ, ഇവിടെ ഇത്ര ഇറക്കിയിട്ട് കണ്ണ് വരയ്ക്കുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടെ തെളിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വേറെ രീതിയിൽ നമ്മുടെ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിലോ വേറെ രീതിയിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ മറ്റ് പല രീതികൾ അവലംബിച്ചാണ് വരയ്ക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ഈ അടയാളങ്ങളെയൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ഇത്തരം രീതികളിലൂടെ ചിത്രങ്ങളെ കൊണ്ടുപോകാം. എന്നിട്ട് പതുക്കെ പിന്നെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് വരയ്ക്കും. ഇപ്പോൾ ഇതുപോലെ വരച്ചും മായ്ച്ചും തന്നെ പഠിക്കണം. കാരണം എനിക്കറിയാം വര തുടങ്ങുന്നവരൊക്കെ 100 വട്ടം മായ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് മായ്ച്ച് കാണിക്കുന്നത്. കണ്ടോ, പറഞ്ഞൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണമെന്നല്ലേ, ഒരു താതാത്മ്യ ഭാവം കൊണ്ടാണ് നമ്മുടെ അടുത്തിരിക്കുന്നവരുമായിട്ട് ഒരു താതാത്മ്യം നമുക്ക് ഉണ്ടാക്കി വരണം. അതിനാണ് നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്നു വളരെ സാവധാനം നമ്മൾ സ്കെച്ച് ഇട്ട് നോക്കൂ. ഇവിടുന്ന് കണ്ണിങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് പതിയെ വരച്ച് കൊണ്ടുവരാം. ഇനി ഇത് ഇവിടെ നിന്നല്ലേ തുമ്പിക്ക് ഇങ്ങനെ ഇറങ്ങി ഇവിടം വരെ വന്ന് നിങ്ങളിങ്ങനെ കുറേശ്ശെ കാണുന്ന ഭാഗങ്ങൾ മാത്രം വരച്ച് അത് ഫിനിഷ് ചെയ്ത് പോവുക. പിന്നീട് ഇതേ കണ്ടോ, അതെ നേരെ ഇങ്ങോട്ട് വളഞ്ഞു വരികയാണ്. അതെ ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തുമ്പി വളഞ്ഞതേ കണ്ടോ, പെൻസിലോട് വരയ്ക്കുന്നുണ്ടോ വളരെ നീളത്തിൽ. എന്നിട്ട് ഇതിപ്പിടം വരെ വരും. നോക്കൂ, ഇവിടെയൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വരയ്ക്കുമ്പോൾ കണ്ടോ ഏകദേശം കറക്റ്റായിട്ട് വന്നതുണ്ടോ. എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് മായ്ക്കാം. അപ്പോൾ നമ്മൾ വരച്ചു വന്ന വരകൾ മായ്ച്ച് വീണ്ടും ശരിയാക്കി കൊണ്ടുവന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ സമാധാനമുണ്ട് ഭാഷകാരെ, ഇറേസ് ചെയ്ത് വരയ്ക്കാമെന്ന് ഈ കാണിച്ചു തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഒരു ആത്മവിശ്വാസം തോന്നി തുടങ്ങി. കാരണം മറ്റേത് ഇറേസ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നന്നായിട്ട് കൈ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്യേണ്ടി വരില്ല. ഇപ്പം ഞാൻ ഇത്രയും പോലും തെളിച്ച് വരയ്ക്കില്ല. അപ്പോൾ തന്നെ ചിത്രം തെറ്റിയാൽ അതിൻ്റെ ഇപ്പുറത്തോടെ എനിക്ക് വരയ്ക്കാം. അവിടെ ഇറേസർ എടുക്കേണ്ട കാര്യമേ വരുന്നില്ല. നമുക്ക് അത് കുറച്ച് തെളിഞ്ഞു കഴിഞ്ഞ് പടം വരച്ച് നമ്മുടെ കൈകൾ സ്വതന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറേസറിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനും അതുകൊണ്ടാണ് ഡാർക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത്. തെറ്റും എല്ലാം ഇവിടെ കാണുന്നുണ്ട് ആ സമയത്തല്ലേ. ഇനി ഇത് ഇങ്ങോട്ട് നോക്കാം. അതെ ഇവിടെ നീ ഒരു അകലം ഏകദേശം ഇങ്ങനെ വരും അല്ലേ, കണ്ടോ ഇത്രയും വന്നിട്ട് ഇവിടെ നിന്ന് പോകുന്നത് ഈ ചെവി വരാണ്. അപ്പോൾ എന്തോ ചെവി ഇങ്ങനെ വരും. ഇവിടെ നിന്ന് ഈ ഒരു വലിപ്പത്തിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ചെവി വരും. നോക്കുക, ഈ ഭാഗം നോക്കി ഇങ്ങനെ അങ്ങോട്ട് ഇവിടം വരെ എത്തും അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ ടച്ച്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഷേപ്പ് ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ഈ വരയെ കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുപോകാം. കണ്ടോ, കൊണ്ടുപോയിട്ട് ഇങ്ങനെ വളച്ചെടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇവിടെ നേർത്തിട്ട് നമ്മൾ
സ്കെച്ച് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് നമുക്കങ്ങനെ വന്നോളും, കുഴപ്പമില്ല. വരച്ചു വരുമ്പോൾ നമ്മളോട് ചിത്രം അതിൻ്റെ കൃത്യമായ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് വളരെ പതുക്കെ. കണ്ടോ, ഞാൻ വരച്ച് വന്നിട്ട് അതെ ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും, നോക്കാം. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇത്രയും ദൂരം കണ്ടോ, ചെവി ഇങ്ങനെ മടങ്ങിപ്പോകും, നോക്കുക. നമ്മളിങ്ങനെ ഏകദേശം ചിത്രം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചിത്രത്തിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ വന്നു കഴിഞ്ഞു അല്ലേ. ഇത് നമുക്കത് ഇവിടെ നോക്കിയേ. ഇപ്പോൾ ഞാനീ വരയ്ക്കുന്നത് കൊച്ചു കുട്ടികളുടെ അടുത്തിരുന്ന് വരയ്ക്കുന്ന പോലെയാണ്. നിങ്ങളുടെയൊക്കെ ഒരു കുട്ടിത്തത്തെ ഞാൻ കാണുന്നു. ഒരു തുടക്കക്കാരുടെ പരിഭ്രമവും വരച്ച് ശരിയാക്കാനുള്ള വ്യഗ്രതയും ആ മനസ്സും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നമ്മളങ്ങനെ വളരെ പ്രാവശ്യം മാറ്റിയും മറിച്ചും വരച്ച് ചിത്രം ഇങ്ങനെ എടുത്തിരിക്കും. ഇനി ഞാനിതൊരു ചാർക്കോൾ പെൻസിൽ കൊണ്ട് കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഒരു ഫിനിഷിങ് ഡ്രോയിങ് ആയിട്ട് വരച്ച് കാണിക്കാം. നോക്കുക കംപ്ലീറ്റ് വായിച്ചു. എന്നിട്ട് ഒരു പാട് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ഡ്രോയിങ് രീതി കണ്ടിട്ട് നിങ്ങൾ ചിത്രകല പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. കാരണം അത്രയും ലളിതമായിട്ട് കൊച്ചു കുട്ടികളുമായിട്ട് വരയ്ക്കുന്ന പോലെ ഇരുന്ന് മായ്ച്ചും വീണ്ടും തെളിച്ചും വരകളെ ഏറ്റവും ലളിതമാക്കിയാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. ഒരു എഡിറ്റിങ്ങും ഇല്ല കണ്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ മായ്ക്കുന്നത് മായ്ക്കാതെ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ നിങ്ങളെ ഈ ചിത്രകല അവതരിപ്പിക്കാം. പക്ഷേ അതിൽ ഒരു കാര്യമില്ല. കാരണം ഇത് നമ്മുടെ ഒരു ചിത്രകലാ പാഠം ഒന്നും പ്രകടിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനോ ഉള്ള വേദിയല്ല, മറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടതെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗമാണ്. ഇതൊരു ക്ലാസ്സാണ് കേട്ടോ. ഇങ്ങനെ വരച്ചു. നമുക്കിതിനൊരു ചെറിയ ഷെയ്ഡ് ഇവിടെ കൊടുക്കും, ഒരു ചെറിയ നിഴൽ പോലെ. ഇവിടെ നമുക്കൊരു ചെറിയ നിഴൽ കൊടുക്കുന്നത്, ചെറിയ വർക്ക് ഇത്രയും മതി ഇവിടെ. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്ത് നമ്മളിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വന്നിട്ട് കണ്ട വളരെ പതുക്കെ.
വരയ്ക്കുന്നു. പിന്നീട് ഈ വരകളൊക്കെയാണ് വളരെ പതുക്കെയാണ് വരയ്ക്കുന്നത്. ഒറ്റ വര വരയ്ക്കാതെ അതിങ്ങനെ വരച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ വളരെ പതുക്കെ വരച്ചു. അത് ഈ കൊമ്പ് ഇപ്പുറത്താണെന്ന് കാണിക്കാതെ നമുക്കൊരു ചെറിയൊരു ഷെയ്ഡ് ഇവിടെ കൊടുക്കാം. കണ്ടോ? അപ്പം ഇത് ഏകദേശം നമുക്ക് മനസ്സിലായിക്കൊണ്ട് ഇത് വരച്ച വഴികൾ എങ്ങനെയൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് വീണ്ടും വരച്ച് വീണ്ടും തെളിച്ച് വീണ്ടും മാറ്റങ്ങളുണ്ടാക്കി ഒരു ചിത്രം, നമ്മളൊരു ചിത്രം എങ്ങനെ വരച്ചു എന്നുള്ളതല്ല, ആ ചിത്രം എങ്ങനെ ഫിനിഷ് ചെയ്തു, അതെങ്ങനെ കാണികൾക്ക് മുമ്പിൽ, ആസ്വാദകർക്ക് മുമ്പിൽ എത്തിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഒരു ചിത്രകാരനും അദ്ദേഹം ചിത്രം വരയ്ക്കുന്ന രീതി, ശരിയായ രീതി ആരോടും പറഞ്ഞു കൊടുക്കില്ല. അവിടെ എത്ര പ്രാവശ്യം മായ്ച്ചു, വരച്ചു, തിരിച്ചു വരച്ചു, മാറ്റി വരച്ചു, ചിലപ്പോൾ അത് കീറിക്കളഞ്ഞ് വേറെ വരച്ചു, ഇതൊന്നും ചിലപ്പോൾ ആരും പറഞ്ഞു തരില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അത് കാണുന്നവർക്ക് അദ്ദേഹം അതെങ്ങനെ വരച്ചു എന്ന് അറിയേണ്ട കാര്യവുമില്ല. ആ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രീകരണ രീതികളൊന്നും ആരെയും കാണിച്ചു കൊടുക്കേണ്ടതില്ല. ഇവിടെ പക്ഷേ നമ്മൾ ചിത്രകല പഠിപ്പിക്കുന്നതായതുകൊണ്ട് ഒന്നും മറച്ചു വെക്കരുത് എന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മൾ മറച്ചു വെച്ചിട്ട് എന്തെടുക്കാൻ, അങ്ങനെയാണ് ഈ പരിപാടി ചെയ്യേണ്ടല്ലോ അല്ലേ? നമ്മൾ മറച്ചു വെക്കാൻ ഒന്നും ഇല്ലാതെയാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് വരയ്ക്കുന്ന രീതി ഏതൊരു ചിത്രകാരൻ്റെയും തുടക്കകാലത്ത് നമ്മൾ പഠിച്ച രീതികൾ തന്നെയാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. ഞാനും അതിൽ നിന്നൊട്ടും വിഭിന്നമല്ല. നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത്. ഒരുപാട് കാലം വരച്ച് എനിക്ക് വേണമെങ്കിൽ തീരെ തെളിയാത്തൊരു പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്ത് ഒരു ഇറേസർ ഉപയോഗിക്കാതെ ഇത് ഫിനിഷ് ചെയ്ത് ഇത് വെക്കാമായിരുന്നു. പക്ഷേ ഇവിടെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തെളിച്ച് വരച്ച് അതിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളെയും അത് മായ്ച്ച് ശരിയാക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ ഇത് കാണിക്കുകയാണ്. എൻ്റെ വോയിസ് ഇല്ല എങ്കിൽ കൂടി നിങ്ങൾക്കിത് വരയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരാശരി ചിത്രകലയോട് പ്രണയമുള്ള, ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആർക്കും ഇത് വരയ്ക്കാം. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കാവുന്ന എല്ലാ രീതിയും ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ എല്ലാ വരകളിലും ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന ഒരു ഹൃദയപൂർവമായ രീതിയാണ് കാണിക്കുന്നത്. നോക്കാതെ നല്ലൊരു പശ്ചാത്തല സംഗീതം കേൾക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നോക്കുക, ഇവിടെയൊക്കെ നമുക്കൊരു ചുളുക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം. കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഞാൻ വരച്ച് അങ്ങനെ നമ്മൾ ഈ ചിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. ഇടയ്ക്ക് ഞാൻ ആ പട്ടികളെ ശബ്ദം ഒന്ന് നിയന്ത്രിക്കാൻ പോയി. അതുകൊണ്ടാണ് ഇത്തിരി ഒന്ന് വൈകി നോക്കണ്ട. അങ്ങനെ വരച്ചു. കൂടുതൽ ഷെയ്ഡൊന്നും ഇല്ലാതെ, അതുപോലെ തന്നെ ലൈറ്റ് വാഷ് എന്ന രീതിയിൽ വാട്ടർ കളറിൽ ഏറ്റവും ലൈറ്റായിട്ട് വാഷ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ വരുന്ന വീഡിയോകളിൽ ഇനി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുടങ്ങാതെ നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുക. നിങ്ങൾക്ക് വേണ്ട ചിത്രകല പഠന രീതികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രകല ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ഓരോരുത്തർക്കും നമ്മളോട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ പ്രായവും ഒന്നും നമുക്കിവിടെ ഒരു പ്രശ്നമല്ല. കാരണം രാവിലെ 5 മണി തൊട്ട് വെളുപ്പിന് 5 മണി തൊട്ട് 11 മണി 12 മണി വരെ നമ്മുടെ ക്ലാസ്സുകളുണ്ട്. കൂടുതലത് പുറത്തുള്ളവർക്കാണ് വെളുപ്പിനെയും രാത്രിക്ക് ശേഷമുള്ളത്. 8, 9, 10 അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും രാത്രിയിലും പകലും ഒക്കെ ജോയിൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രകലയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, ചിത്രകല പഠിക്കണമെങ്കിൽ, നമ്മളിതുവരെ പഠിച്ചിട്ടുള്ള നമ്മൾക്കറിയാവുന്നൊക്കെയും യാതൊരു മറയുമില്ലാതെ ലൈവ് ക്ലാസ് ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ അഫോർഡബിളായ ഒരു ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. അതുപോലെ തന്നെ പഠിക്കുന്നവരുടെ താല്പര്യവും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വളരെ സൗഹൃദമായ ഒരു ക്ലാസ്, ഒരു ശിഷ്യ എന്ന ഒരു അകൽച്ചകളൊന്നുമില്ലാതെ
വളരെ ഹൃദയപൂർവ്വം സംസാരിച്ചുകൊണ്ട് ഇഷ്ടത്തോടുകൂടി ഓരോന്നും നമ്മൾ പറഞ്ഞും അറിഞ്ഞും കേട്ടും തിരുത്തിയും അങ്ങനെ വളരെ ഹൃദ്യമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഈ വരച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മുടെ ക്ലാസ്സിൽ ചേർന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതികൾ ഇവിടെയുണ്ട്. ഒരിക്കലും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ച് മാത്രമേ നിങ്ങൾക്ക് പറ്റുമെന്ന് പറയുന്നില്ല. പക്ഷേ തുടർച്ചയായിട്ടുള്ള സംശയങ്ങളും സംശയ നിവാരണവും ചിട്ടയായിട്ടുള്ള ക്ലാസ്സുകളും വേണമെങ്കിൽ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചിട്ടവട്ടങ്ങളിൽ തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ല ഇങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോ ഉണ്ട്, എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തിനുള്ള രീതിയാണ്, പഠിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മൾ ചിത്രകല അവതരിപ്പിച്ചിട്ടുള്ളത്. നോക്കാം, നമ്മൾ ഏകദേശം ചിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പോകണം. കൂടുതൽ ഷെയ്ഡൊന്നും നമ്മൾ ചെയ്യുന്നില്ല, കുറച്ച് ഡാർക്കായിട്ട് വരച്ചു എന്ന് മാത്രം. സമയപരിമിതി കൊണ്ടാണ് നമ്മൾ കൂടുതൽ വർക്കിലേക്ക് പോകാത്തത്. എന്നിരുന്നാൽ ഇത്രയും തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കും എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ അത്രമേൽ ലളിതമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ചിത്രകാരിയെ ഉണർത്തി വെക്കുക. നിങ്ങൾ ഈ ചിത്രം വരച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. തീർച്ചയായിട്ടും ഹൃദയത്തോട് ചേർന്ന് നിന്നുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളും നിരീക്ഷണങ്ങളും നമ്മൾ നടത്തുന്നതാണ്. അങ്ങനെ നമുക്ക് വരച്ചും പറഞ്ഞും കേട്ടും ഈ നിമിഷങ്ങളെ സന്തോഷകരമാക്കി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാവുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയുക. അങ്ങനെ നമുക്ക് ചേർന്നലിഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് ജീവിക്കാനാവട്ടെ. നമ്മുടെ ചിത്രങ്ങൾ കൂടുതൽ മിഴിവാർന്നതാവട്ടെ, കൂടുതൽ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ ഇഷ്ടം വരയ്ക്കുന്ന ഒരുപാട് ഇഷ്ടം.